വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കുമ്പിടുന്ന സമയത്തും അതുപോലെ കിച്ചണിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. കിച്ചണിൽ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന 3 ലക്ഷണങ്ങളും കുമ്പിടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടിയും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടാകുന്നുണ്ടെങ്കിലും ഉണ്ടാകുന്നില്ലെങ്കിലും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് കുമ്പിടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഒരു കുമ്പിടാൻ നമുക്ക് പല സ്ത്രീകൾക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. കുമ്പിടാനായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ കുമ്പിടുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു താഴെ ഒരു സാധനം വീണ് കിടക്കുന്നത് നമ്മൾ കുമ്പിട്ടെടുക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിരിക്കും. നമ്മുടെ ആ ഒരു പെൽവിക്കിന്റെ ഭാഗം സ്റ്റാർട്ടിങ്ങിലും നമ്മുടെ പൊക്കിൾ കഴിഞ്ഞിട്ടൊരു ഭാഗത്തുമായിരിക്കും ഈ ഒരു പ്രഷർ വരുന്നത്. നമ്മൾ ആ ഒരു കുമ്പിടുന്ന ആ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പ്രഷർ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ അടിവയറിന്റെ ആ ഒരു ഭാഗത്തായിരിക്കും. ഈ ഒരു അടിവയറിന്റെ ഭാഗത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു പൊക്കിളിന് താഴെയുള്ള ഒരു ഭാഗത്താണ്. പൊക്കിളിന് താഴെയുള്ള ഒരു ഭാഗത്ത് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുമ്പോഴേക്കും ആ ദിവസം മുതൽ ആ എംബ്രിയോ വളരാനായിട്ട് തുടങ്ങും. ആ എംബ്രിയോയുടെ വളർച്ച അവിടെ ഉണ്ടാകുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ആ ഒരു ജീവൻ അവിടെ തുടിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വളർച്ച ആ ഒരു ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വളർച്ച അവിടെ ഉണ്ടാകുന്നത് മൂലം നമ്മൾ കുമ്പിടുന്ന സമയത്ത് നമുക്ക് അവിടെ വല്ലാത്തൊരു കനം തോന്നും, ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. എനിക്ക് ശരിക്കും ഫസ്റ്റത്തെ ഒരു പ്രഗ്നൻസി സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഈ കമിഴ്ന്ന് കിടക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഞാൻ കമന്ന് കിടന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ. അപ്പൊ ഈ കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് ഒരു ഫസ്റ്റത്തെ ഒരു സമയത്തൊക്കെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ആ ഒരു അടിവയറിന്റെ ഭാഗത്തായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത്. ഈ ഒരു പ്രഷർ വരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒട്ടും അങ്ങോട്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കമന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ഒരു ഫസ്റ്റത്തെ പ്രഗ്നൻസി സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. കമന്ന് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഒരുപാട് ഒരു കല്ലപ്പ് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ കുമ്പിടുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ ആ ഒരു എംബ്രിയോ വളരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഏരിയ കുറച്ചൊന്ന് പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാകും. കുഞ്ഞിന് നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ആ ഒരു ഇൻക്രീസ് മൂലം, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഹൈക്ക് മൂലം നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടെ അനുഭവപ്പെട്ട് തുടങ്ങും. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസും അതിന് ചുറ്റുമുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു വയറിന്റെ ഭാഗവും ഒക്കെ നമുക്കൊരു കല്ലപ്പ് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൂടി വരുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം മുതൽ തന്നെ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് മുൻപോട്ടുള്ള അങ്ങോട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു വ്യത്യാസം കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പിടുന്ന സമയത്ത് നമുക്ക് നേരെ മറിച്ച് ഓരോ സമയങ്ങളിൽ ഫ്രീ ആയിട്ട് കുമ്പിടാൻ പറ്റുന്നതിന് പകരം നമുക്ക് കുമ്പിടുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേദനയായിരിക്കും, നമുക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയായിരിക്കും, ഒരു കല്ലപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കുമ്പിടാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു ഡിഫിക്കൽട്ടീസ് നമുക്കുണ്ടാകും. രണ്ടാമതായിട്ടുണ്ടാവുന്നത് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഡിസ്കംഫേർട്ടാണ്. ഒരുപാട് നേരം നിന്ന് അടുക്കളയിൽ ജോലികൾ ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻ, അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൂടുതലും വോമിറ്റിംഗ് ഉണ്ടാകുന്ന തരത്തിലുള്ള അവസ്ഥയും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സ്ത്രീകൾക്ക് നിൽക്കുമ്പോഴുള്ള ക്ഷീണവും തളർച്ചയും അല്ലാതെ ചിലർ തല കറങ്ങുന്നത് പോലുള്ളൊരു കണ്ടീഷനും ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ 1 by 1 ആയിട്ട് ഈ റീസൺസ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ ബോഡി ടയേർഡായി പോകുന്ന അവസ്ഥ. ഒരുപാട് നേരം നമ്മൾ നിന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള കണ്ടീഷൻസ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകാറുണ്ട്. ഓൾറെഡി നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിലെ പ്രൊജസ്ട്രോണും HCG ഹോർമോൺസ് ഇൻക്രീസ് ആകുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡി വീക്കൺ ആകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. ഒരുപാട് നേരം, അതായത് ഇപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ശരിക്കും ജോലിയൊന്നും പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് ജോലി ചെയ്യുന്നത് ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ നിന്നിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അത്രത്തോളം ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റാതെ വരിക, ഒരുപാട് ടയേർഡ് ആകുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷനും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഫുഡ് ഐറ്റംസിന്റെ സ്മെല്ല് ഒട്ടും തന്നെ പറ്റാതായി പോകുന്ന കണ്ടീഷൻ. പോസിറ്റീവ് ആകുന്ന സമയം മുതൽ നമുക്ക് സ്മെല്ലിന്റെ ആ ഒരു സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്.
അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് ഈ മൂക്കിലോട്ട് സ്മെല്ല് അടിച്ച് കയറുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബോഡിയും അതുപോലെ നമ്മുടെ പല ഹോർമോൺസും ട്രിഗർ ആകുന്നതിനും നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസീസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനും ചാൻസസ് വളരെയധികം കൂടുതലാണ്. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നോൺ വെജ് കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് മസാല ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി മീൻ വറുക്കുന്ന സമയം, അതുപോലെ മീനിനൊക്കെ നമുക്കറിയാമല്ലോ സ്വാഭാവികമായിട്ടും മണം കൂടുതലാണ്. ഇത് വെട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടായി വരുന്നത് കേട്ടോ. എന്നാൽ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ട് ചിലപ്പോൾ വെജ് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഒരുപാട് മണവോ ഒരുപാട് മസാലയോ ഒന്നും നമ്മൾ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുഡ് എന്തായാലും നമ്മൾ കഴിച്ചിരിക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടോ ചിലപ്പോൾ ആ ഒരു മണം നിങ്ങൾക്ക് ഭയങ്കര ട്രിഗറിങ് ആയിട്ട് തോന്നുന്നത് കൊണ്ടോ ചിലപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. ആ ഒരു അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കണം. നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് കുക്കിങ്ങിന്റെ സമയത്ത് നിങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ ഒരുപാട് മണം മൂക്കിലോട്ട് അടിച്ചു കയറുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഒരുപാട് ചൂടോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളൊന്ന് കുറയ്ക്കുക. ചൂടുണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫുഡിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു നല്ല മണം ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ അന്ന് ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മണം ഒരുപാട് അങ്ങോട്ട് നിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഫുഡ് നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡി മീനും മുട്ടയും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസും മീറ്റ് ഐറ്റംസും വെജിറ്റബിൾസും ഒക്കെ കഴിക്കേണ്ടത് കുഞ്ഞിന്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ തല കറക്കം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ബി.പിയിൽ വേരിയേഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ എൻഹാൻസ് ആകുന്നത് കൊണ്ടും ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഫെയിന്റിങ് ഉണ്ടാകുന്നത് പോലെ, അതായത് തല ഒന്ന് കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നാം. ചില ആളുകൾ തല കറങ്ങി വീഴാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. വേറൊരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു റെസ്റ്റ് ഫുള്ളായിട്ട് എടുത്തിട്ട് മാത്രമേ അടുത്തൊരു രീതിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഹോർമോൺസ് കൂടുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഈ 3 കണ്ടീഷൻസും അത്യാവശ്യം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡ് ആകുമ്പോൾ മുതൽ നിങ്ങൾക്ക് കുറഞ്ഞു വരികയും സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ എത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ട് കൺട്രോൾഡ് ആവുകയും ചെയ്യും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ലാസ്റ്റ് ഒരു ഡെലിവറി ടൈം വരെയൊക്കെ ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടാകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നിട്ടുള്ള മെഡിക്കേഷൻസ് പ്രോപ്പറായിട്ട് എടുക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്ത് കഴിഞ്ഞാലും ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ സീസൺസ് ഉണ്ടല്ലോ നമുക്കിവിടെ നാട്ടിൽ. ഇപ്പോൾ സമ്മർ സീസണിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് നോക്കണം. വീട്ടിലും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ആ ഒരു എയർ സർക്കുലേഷനോ അല്ലെങ്കിൽ എയർ പാസേജോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ബ്രീത്തബിൾ അല്ലാത്ത തരത്തിലുള്ള ഡ്രസ്സസ് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടയർഡ്നെസ് ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. വീട്ടിൽ നിൽക്കുന്നവരും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതല്ല നിങ്ങളിപ്പോൾ തണുപ്പ് സമയത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ വീട് നിങ്ങൾ ആ ഒരു ടൈമിലാണ് കേൾക്കുന്നതെങ്കിൽ കഴിവതും നിങ്ങൾ വീടിനകത്ത് ചെരുപ്പോ അല്ലെങ്കിൽ സോക്സോ ധരിച്ചിട്ട് നിൽക്കാനായിട്ട് നോക്കുക. ഒരുപാട് നേരം നമ്മൾ ഈ നിലത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ടൈലിട്ട് മാർബിൾ ഇട്ടിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ കാലിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം. ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. ഇതാണ് രണ്ടാമതായിട്ടുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണം. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ 3 കണ്ടീഷൻസും ഉണ്ടാകുന്നത്. ഒരിക്കലും ഒരുപാട് ജോലികൾ ഒറ്റയടിക്ക് തീർത്തിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ബോഡിക്ക് വേണ്ടുന്ന തരത്തിലുള്ള റെസ്റ്റ് കൊടുത്ത് റിലാക്സ് ചെയ്തിട്ട് മാത്രം കൃത്യമായിട്ടുള്ള ഇടവേളകൾ എടുത്തതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ജോലികൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടയർഡായി പോകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ.